പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 21 വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നേ ദിനം നമുക്കേവർക്കും സന്തോഷവും നന്മയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്നും ധാരാളമായി ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 37 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ തന്നെ അനുഗമിച്ചവരോടായും തന്നെ പല വിധങ്ങളിൽ കുറ്റപ്പെടുത്തിയവരോടായും യേശു പറഞ്ഞ ഒരു വാക്കാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നമുക്ക് ലഭിച്ചത്. യേശുവിന്റെ അടുക്കൽ കുരുടനും ഊമനുമായ ഒരുവനെ കൊണ്ടുവന്നു. യേശു അവർ കാണെ അവന് സൗഖ്യം കൊടുക്കുകയും അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപറ്റം ആൾക്കാർ യേശുവിനോട് കൂടെ അടുത്തുവെങ്കിലും പരീശന്മാർ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ്. ചിലർ, ഇവൻ ദാവീദിന്റെ പുത്രൻ തന്നെയാണോ? അങ്ങനെ പല വിധങ്ങളിലുള്ള സംശയങ്ങൾ, കമന്റുകൾ, നിഗമനങ്ങൾ അവിടെ നടന്നു. ഈ പരീശന്മാരുടെ ഇത്ര നീചമായ വാക്ക് കേട്ടിട്ട് യേശു വളരെ ശക്തമായ ചില താക്കീതുകൾ നൽകുകയാണ്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ കൊള്ള പങ്കിടുവാൻ കഴിയുകയില്ല. അങ്ങനെ ധാരാളം കാര്യങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നന്മയല്ല വരുന്നത്. നന്മ ഉള്ളവൻ നന്മ പറയും ചെയ്യും. ഇങ്ങനെ ധാരാളം ശാസനകൾ, ഉപദേശങ്ങൾ, മുന്നറിയിപ്പുകൾ യേശു അവർക്ക് നൽകിയിട്ട് അവസാനം 37-ാം വാക്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു: നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ നീതീകരിക്കപ്പെടും, നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, വളരെ വ്യക്തമായി നാം ഒരു കാര്യം പഠിക്കണം. നമ്മുടെ നാവാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെയും ശാപത്തിന്റെയും ഇരിപ്പിടം. നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി ഓടുന്നു, ശാപം മാറാൻ ആരുടെ മുമ്പിലും പോയി കുനിഞ്ഞു നിന്നു കൊടുക്കുന്നു, ഏത് കൃത്യത്തിനും തയ്യാറാകുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ഭയക്കുന്നത് നമുക്ക് ഭവിക്കാതിരിപ്പാൻ നമ്മുടെ നാവ് കൊണ്ട് നന്മയോടെ സംസാരിക്കുക, നന്മ പറയുക, നന്മ പ്രവർത്തിക്കുക, നന്മ ചിന്തിക്കുക, നന്മ പരിചയിക്കുക. അതുകൊണ്ട് നമ്മുടെ നാവുകൾ വചനം പറയുന്നത് പോലെ എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം, നന്മയും മധുരമേറിയതുമായിരിക്കണം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, ഞാൻ മുഖത്ത് നോക്കി കാര്യം പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. ശരിയാണ്, നല്ല സ്വഭാവം. ഒന്നുമല്ലെങ്കിൽ പുറത്തും പിന്നിലും മറ്റാരോടുമല്ലല്ലോ പറയുന്നത്, നേരിട്ടാണല്ലോ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അങ്ങനെയുള്ള ആളുകൾ അവരോടും അങ്ങനെ പറയുമ്പോൾ ദേഷ്യപ്പെടരുത്, സങ്കടപ്പെടരുത്, കുറ്റം പറയരുത്. അതെ, മറ്റുള്ളവർക്കും അതേ സ്വഭാവം, അതേ അവകാശം ഉണ്ട് എന്നും കൂടെ നാം ഓർക്കണം. നമുക്ക് ദേഷ്യം വരുമ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്തത് വരുമ്പോഴും നമ്മുടെ ആ ദേഷ്യം തീരുവാൻ, നമ്മുടെ ആ ഇറിറ്റേഷൻ മാറുവാൻ
നാം എന്തെല്ലാം പറയുന്നു എന്ന് നാം തിരിച്ചറിയുന്നില്ല. പക്ഷെ കേൾക്കുന്നവർക്ക് സുബോധമുള്ളവരാണ്. അവർ അത് കേട്ട് ഉള്ളിൽ വേദനയോടും സങ്കടത്തോടും നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ ദേഷ്യം തീരുമ്പോൾ, നമ്മുടെ ചൂട് താഴുമ്പോൾ ഇതൊക്കെ മറന്നു പോകും. പക്ഷെ ഇത് നാളെ നമുക്കെതിരെ കുറ്റം വിധിക്കുവാൻ ഇടയാവരുത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഉവ്വ് ഉവ്വേ എന്നും ഇല്ല ഇല്ല എന്നും മാത്രമിരിക്കട്ടെ. ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കട്ടെ. അതെ, കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, എല്ലാം ക്ഷമിക്കും. പുത്രന്റെ നേരെ ഒരു വാക്ക് പറയുന്നതിനോട് ക്ഷമിക്കുകയില്ല. മറ്റൊരു ഭാഗത്ത് പറയുന്നു, പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കുകയില്ല. ചുരുക്കത്തിൽ നമ്മുടെ നാവാണ് ഏറ്റവും വലിയ ശാപം, ഒപ്പം ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്നും നന്മ നിറഞ്ഞ വാക്കുകൾ വരട്ടെ. പലപ്പോഴും നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പല അനാവശ്യ വാക്കുകൾ പറയാറുണ്ട്, അല്ലേ? കഴുതയെന്നും ബുദ്ധിയില്ലാത്തവനെന്നും മണ്ടനെന്നും മറ്റു പലവിധ വാക്കുകൾ പറയാറുണ്ട്. പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ആ സമയത്ത് അനുഗ്രഹിക്കണം. എന്റെ കുഞ്ഞ് നന്നായിട്ട് വരും, എന്റെ കുഞ്ഞ് ഇപ്പോൾ അല്പം മാർക്ക് കുറഞ്ഞെങ്കിലും അടുത്ത എക്സാമിന്, അടുത്ത ടേമിന്, ഫൈനൽ എക്സാമിന് എന്റെ മകൻ, എന്റെ മകൾ ഉന്നത വിജയം പ്രാപിക്കും. നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ ആ പൈതലിൽ അല്ല മറ്റുള്ളവരിൽ എത്ര വലിയ വ്യത്യാസമാ വരുത്തുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അതുകൊണ്ട് വചനം പറയുന്നു, നമ്മുടെ നാവ് കൊണ്ട് നാം നമ്മെ തന്നെ കുറ്റം വിധിക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ നാവ് കൊണ്ട് നാം നമ്മെ തന്നെ നന്മയിലേക്ക്, നീതീകരിക്കപ്പെടുത്തുന്നതിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും ഭാരങ്ങളും നന്മയായിട്ട് പറയാൻ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല, അല്ലേ? എന്താണ് പറയേണ്ടത്? മഴ തുടങ്ങിയാൽ മഴ, വെയിലായാൽ വെയില്, ചൂടായാൽ ചൂട്, ഒരസുഖം വന്നാൽ അസുഖം, പിന്നെ തുടരെ തുടരെ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ആരോഗ്യ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ആകെ പ്രശ്നം. പിന്നെ എങ്ങനെയാണ് നന്മ പറയുന്നത്? അതേ പ്രിയമുള്ളവരെ, യോബിന്റെ ജീവിതം നമുക്കൊന്ന് കടമെടുക്കാം. എല്ലാ പ്രതികൂലങ്ങൾ വന്നപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിഞ്ഞു. ദാനിയേലിന്റെ ജീവിതം നമുക്കൊന്ന് കടമെടുക്കാം. തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ദാനിയേല് പ്രാർത്ഥന നിർത്താതെ പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് നല്ലത് മാത്രം പറയുക, നന്മ മാത്രം ചിന്തിക്കുക, നന്മ മാത്രം പ്രവർത്തിക്കുക. അതെ, നമ്മളെ കുറ്റം വിധിക്കുന്ന നാളിൽ നമ്മെ കുറ്റം വിധിക്കാത്ത വിധത്തിൽ നീതീകരിക്കപ്പെട്ടവരായി തീരുവാൻ നമ്മുടെ നാവ് വേണ്ടവണ്ണം ക്രമീകരിക്കാം. യാക്കോബിന്റെ ലേഖനം മറ്റു പലയിടങ്ങളിൽ പറയുന്നുണ്ട്, നാവ് ഒരു ചെറിയ അവയവമെങ്കിലും വലിയ കാട് കത്തിക്കുന്ന, വലിയ ഭീകരാവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുന്ന ഒരു ചെറിയ അവസ്ഥയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് നന്മ പറയാം, മറ്റുള്ളവരെ അനുഗ്രഹിക്കാം, മറ്റുള്ളവരെ ശപിക്കാതെ, വേണ്ടാത്ത വാക്കുകൾ പറയാതെ, അപവാദം പറയാതെ, ഗോസിപ്പ് പറയാതെ, നമ്മൾക്ക് വ്യക്തവും കൃത്യവുമായി അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഒരു കമന്റും ചെയ്യാതെ നമ്മുടെ നാവ് കൊണ്ട് സ്തോത്രം പറയാം, എല്ലാ നന്മകൾക്കും നന്ദി പറയാം. അങ്ങനെ ധന്യമായ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ. ഞാൻ നിങ്ങളും ന്യായവിധി ദിവസത്തിൽ കുറ്റം വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നമുക്ക് നല്ലത് പറയാം, നല്ലത് ചിന്തിക്കാം, നല്ലത് പ്രവർത്തിക്കാം. മറ്റുള്ളവരോട് നന്മയോടെ നിലകൊള്ളുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി തീരട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ,
അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നാവുകൊണ്ട് നന്മ പറയുവാൻ, നല്ലത് പറയുവാൻ, അനുഗ്രഹിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശീലിപ്പിക്കണമേ. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞുപോയ അനാവശ്യ വാക്കുകൾ, ശാപവചസ്സുകൾ, അതൊന്നും ഞങ്ങൾക്ക് ന്യായവിധിക്ക് കാരണമാകാതെ വണ്ണം അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ നാവിൽ നിന്നും നന്മ നിറഞ്ഞത് വരുവാൻ, അതിൽ കൂടെ ഞങ്ങളും മറ്റുള്ളവരും അനുഗ്രഹീതരായി തീരുവാൻ, ഞങ്ങൾ ന്യായവിധിയിൽ നിന്നും ഒഴിവുള്ളവരായി നിത്യരാജ്യത്തിന്റെ ഉടമകളായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ. നിങ്ങളുടെ യാത്രകളെ ദൈവം മാനിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിച്ച് പൂർത്തീകരിക്കട്ടെ. മാത്രമല്ല, ഏത് സാഹചര്യത്തിൽ ചെന്നാലും നമ്മുടെ നാവുകൊണ്ട് നന്മ പറയുവാൻ, സ്തോത്രം പറയുവാൻ, മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ ഇടയാവട്ടെ. അങ്ങനെ നമ്മളും അവരും എല്ലാവരും ഒരുപോലെ അനുഗ്രഹീതരായി തീരട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.